ഇന്ന് ദിവസം വന്നിട്ട് വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ, ഹർത്താലായിരുന്നേ. അപ്പോൾ ഹർത്താലായപ്പം എനിക്ക് ഈ ഹർത്താൽ അതേപോലെ തന്നെ വലിയ വലിയ പണിമുടക്കൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം പിള്ളേർക്ക് ക്ലാസ് ഉണ്ടാവില്ല, പിള്ളേർ വീട്ടിലുണ്ടാവും. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കേണ്ട. അപ്പോൾ രാവിലെ എണീറ്റില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ രാവിലെ എണീക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു 7:30 ആകുമ്പോൾ എണീക്കും. അപ്പോൾ അതിന് അപ്പം തന്നെ ഞാൻ കുളിക്കും കേട്ടോ. കുളിച്ചതിന് ശേഷം ഇങ്ങനെ എൻ്റെ ഡേ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോകണം. സ്ലോ മോർണിംഗ്സ് എപ്പോഴും നല്ല രസമല്ലേ. നമ്മളിങ്ങനെ പതിയെ എണീറ്റ് കഴിഞ്ഞു, കുളിച്ച് കഴിഞ്ഞു, അതിനുശേഷം നമ്മളിങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നു. ഒരു ജോലിക്കും വേലയ്ക്കൊന്നും പോകുന്നില്ല. എന്താ ഒരു സുഖമല്ലേ, അടിപൊളിയല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. എന്തിന് ഇത്ര അധികം ടെൻഷൻ മനുഷ്യനല്ലേ. എല്ലാവരും പറയും ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ബോറടിക്കത്തില്ലേ എന്ന്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വർക്ക് ഫ്രം ഹോമാണ്. എപ്പോൾ വേണമെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണോ ക്ലോസ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ്. ദൈവം സഹായിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളത്തേക്ക് ഞാൻ പോസ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. കാരണം ഞാൻ സത്യത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫ്, അത്ര തന്നെ. ചിലർ ചോദിക്കത്തില്ലേ ബോറടിക്കുന്നില്ലേ എന്ന് ചോദിക്കത്തില്ലേ. എനിക്ക് ബോറടിക്കാറില്ല എന്ന്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താനും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോരോ പണികളും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം സമയം പോണത് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വളരെ സപ്പോർട്ടീവാണ്. പുള്ളിക്കാരനാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു വീട്ടു ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ പറയാറുണ്ട് കേട്ടോ, ആ ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല എന്ന് പുള്ളി പറയാറുണ്ട്. എന്നെ കുരു പൊട്ടിക്കാൻ വേണ്ടി അതൊക്കെ പറയുമെന്നുണ്ടെങ്കിലും അല്ലാണ്ട് പുള്ളി പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെ നിസ്സാര കാര്യമൊന്നുമല്ല നമ്മളൊരു വീട് കൊണ്ടുപോകുന്നതും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒറ്റയ്ക്ക് നോക്കാനും. പുള്ളിക്കാരൊന്നും ഇനി പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്നെ പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമിൻ്റെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നാണ് പിന്നീട് പറഞ്ഞത്. ആദ്യം സാമിനോട്ട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ. പിന്നീട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പം ജീവിക്കുന്നതുകൊണ്ടിട്ട് ഭയങ്കര, കാരണം ഞാൻ അത്ര കുരുത്തം കേട്ട ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറേയൊക്കെ ഒരുപാട് ഞാൻ മാറി കേട്ടോ. കാലം മാറ്റും, അത്രേ ഉള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളിതെല്ലാം പഠിച്ചിട്ടൊന്നുമല്ലല്ലോ മോളിൽ നിന്ന് വരുന്നത്. നമ്മൾ മോളിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ വയറ്റിൽ ബേബി ഉണ്ടാവാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഓരോ ഏജ് വരുമ്പോൾ പഠിക്കും. ഞാനാണെങ്കിൽ പണ്ട് വിചാരിക്കുമായിരുന്നു, 12 വയസ്സുള്ള എന്നെ വിലയിരുത്തുമായിരുന്നു എല്ലാവരും. അതറിയത്തില്ല, ഇതറിയത്തില്ല, ഒന്നും അറിയത്തില്ല എന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം എന്നെ വിലയിരുത്തിയവർ എത്ര വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയാൻ പറ്റത്തില്ല, ഒന്നും അറിയത്തില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. വീട്ടുജോലിയിലല്ല കാര്യം, നമ്മളൊരു കുടുംബം പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സാമിൻ്റെ ഇത് കിട്ടിയാൽ പോരെ, നമുക്ക് അപ്രിസിയേഷൻ കിട്ടിയാൽ പോരെ. വേറെ ആരും നമ്മളെ അപ്രിസിയേഷനിലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കുറ്റമേ പറയത്തുള്ളൂ, നമുക്കതൊന്നും പ്രശ്നമൊന്നുമല്ല. നമ്മളെത്ര കണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ. പിന്നെ പുള്ളിയാണെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ വലിയ പുള്ളിയാണെങ്കിൽ എന്നെക്കാളും കച്ചറയായിരുന്നുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും എന്താ പറയുക, രണ്ട് കച്ചറകളും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് കച്ചറയാകും എന്നുള്ള രീതിയിൽ അതായിരുന്നു ഞങ്ങളുടെ ലൈഫ്. അതിൻ്റെ 2 പിള്ളേരും കൂടി വന്നപ്പോൾ അടിപൊളി, നല്ല രസമാണ് കേട്ടോ. ഞാൻ എന്തിനാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ ബെല്ലം പിടിച്ച് കൊണ്ടുപോകുന്നത്? ഈസിയായിട്ട് പോയപ്പോൾ എന്തിൻ്റെ ആവശ്യമിരിക്കുന്നു? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്ന് മാറി നിൽക്കുക. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 വീടുകളിൽ നിൽക്കാതിരിക്കുക. നമ്മൾ മാറിയിട്ടൊരു റെൻ്റ് ആണെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. 2 പേർക്കും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ റെൻ്റ്, ഒരു 1 BHK ആയാലും മതി. അവിടെ നിന്ന് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോഴാണ് ഈ കമ്പാരിസൺസ് വരുന്നത്. അവളെന്താ അങ്ങനെ, അല്ലെങ്കിൽ അവനെന്താണ് അങ്ങനെ. നമ്മളുടെ ഇൻപെർഫെക്ഷൻസ് നമ്മൾ അറിഞ്ഞാൽ മതി. അങ്ങനെ ഞാനും മക്കളുടെ കാര്യത്തിൽ ഞാനും പറയാറുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഇവർ 2 പേരും എൻ്റെ അടുത്ത് പോകുന്നത് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞാൻ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ ജീവിക്കുന്നതല്ലോ. ഇവരെന്നെ ചുറ്റിപ്പറ്റിയല്ല, ഞാൻ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുന്നത് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഹസ്ബൻഡിനോട് പറയാറുണ്ട് കേട്ടോ, ഒരിക്കലും ഒരു ജോയിൻറ്റ് ഫാമിലിയിലേക്ക് മക്കളായി, കാരണം അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെയാണത്. കാരണം കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക്, ഹസ്ബൻഡും വൈഫും ആണെങ്കിലും അവർ മാറി താമസിക്കട്ടെ. അല്ലാതെ ഒരു ഒറ്റ ഫാമിലിയിൽ എല്ലാവരും കൂടെ നിൽക്കുമ്പം ഹസ്ബൻഡ് ഈസി ആയിട്ട് അവർ ജീവിക്കട്ടെ. ചിലപ്പം ഒന്നും കുക്ക് ചെയ്യാൻ അറിയത്തില്ലായിരിക്കാം, പക്ഷേ 2 പേരും ഒരുമിച്ച് കുക്ക് ചെയ്യുക. ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മറ്റേ ദോഹയിലൊക്കെ ആയിരുന്നപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. സാം കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ദുഷ്ടനായിരുന്നു, എന്നെ ഒന്നും സഹായിക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ, ഇങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളൊന്നുമല്ല. ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കണ്ട, അത്രേ ഉള്ളൂ. പുറത്തുനിന്ന് വാങ്ങാം, പക്ഷേ നമ്മൾക്കൊരു ഉള്ളി പോലും തൊണ്ടുപൊളിഞ്ഞ് തരത്തില്ല. അമ്മതൊരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തെ ഫുഡ് അധികം കഴിക്കാൻ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇത്തിരി ഓൾഡിയാണ് ആ കാര്യത്തിൽ. എനിക്കിങ്ങനെ പുറത്തെ ഫുഡൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ പഠിച്ചേ മതിയാവൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കൈസഹായം ഒന്നും ആ മനുഷ്യനെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും സഹായിക്കത്തില്ല. എന്നിരുന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് പറ്റിയൊരു കമ്പനി, അത്രേ ഉള്ളൂ. ഒരു കല്യാണം, ഒരു മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു ലൈഫിലോട്ടൊന്നും ഭാഗ്യത്തിന് പോകേണ്ട വന്നില്ല.
അതായത് പുള്ളിക്കാരനെ പറ്റിയിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ അവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കും, എന്നെപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കും എന്നതായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും, അപ്പോൾ ചേരേണ്ടത് ചേർന്നു എന്ന് വേണം പറയാൻ. പൊതുവെ അങ്ങനെയാണ് ഞങ്ങളെപ്പറ്റി അറിയപ്പെടുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ. പക്ഷേ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ് കേട്ടോ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സമയം വരെ ഞങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാളുകളായി ഞാൻ ഒട്ടും ആക്റ്റീവല്ല. ലോങ് വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നില്ല. ഷോർട്സ് ഇൻസ്റ്റയിൽ ഇടുമായിരുന്നു. അതീ എടുത്തത് തന്നെ റിപ്പീറ്റ് അടിച്ചിടും. അങ്ങനെയൊക്കെ തന്നെയൊക്കെയായിരുന്നു പോയിരുന്നത്. പിന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതും വരത്തില്ല. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ജേണൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പം ഞാനും എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മറന്നു പോകുമായിരുന്നു. പ്രശ്നം വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഞങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കുട്ടി അവൾ എൻ്റെ ബെസ്റ്റ് തന്നെയാണ്, സ്റ്റിൽ അവൾ എൻ്റെ ബെസ്റ്റ് തന്നെയാണ്. പക്ഷെ അവളും ഞാനും തമ്മിൽ കുറച്ച്, അതായത് അവൾ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നീ കാരണം ഇനിയിപ്പോൾ ഒരു കൊച്ചും കൂടെ ഉണ്ടായി, ഇതിനെ ഞാനെങ്ങനെ നോക്കും എന്ന് പറഞ്ഞു. ബിക്കോസ് അതായത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ സമയങ്ങളിൽ തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ നല്ല ഇങ്ങനെ എന്താ പറയുക, വർത്താനം ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ടോക്കറ്റീവാണ് ഇവൾ, മനസ്സിലായില്ല. അപ്പം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് രണ്ടുപേരും. ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഓൾവേസ് അട്രാക്ട്സ് ഈച്ച് അതർ എന്ന് പറയും. പക്ഷേ ഇവിടെ അട്രാക്ഷൻ അല്ല, കാരണം റിപ്പൾഷനാണ് നടന്നുകൊണ്ടിരുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ വളരെ ക്വയറ്റാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവൾ വർക്കിംഗ് ആണ്, ഇപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ്റെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലി പോലെ ഒന്നല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ കല്യാണം കഴിഞ്ഞതാണ്. കാരണം ജാതക പ്രശ്നം ഉണ്ടായിരുന്നു, ഹിന്ദുസ് ആയിരുന്നു, പാപജാതകമായിരുന്നു ഇവളുടെ. അപ്പോൾ കുറച്ച് നേരത്തെ കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നതാണ് കേട്ടോ. പ്രശ്നം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെക്കൻ്റെ അമ്മയായിരുന്നു കുഞ്ഞുങ്ങളെയൊക്കെ, ഒരു ആദ്യത്തെ കുട്ടീനെയൊക്കെ നോക്കി കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ കുട്ടി ഇപ്പം ഒരു 7th സ്റ്റാൻഡേർഡിലായി. പക്ഷേ ഈ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷമല്ല, ഒരു ബേബി അവർക്ക് പുതിയതുണ്ടായി. അവൾക്ക് ബേബിക്ക് ഇപ്പം 2.5 വയസ്സ്, മോനാണ്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ ചെക്കൻ്റെ അമ്മ മരിച്ചു, ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു. കൊച്ചിനെ നോക്കാൻ വീട്ടിൽ ആരുമില്ല. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആരുമായിട്ടും അങ്ങോട്ട് മിങ്കിളാവുന്നതുമില്ല. കാരണം അത്ര നാൾ അവനെ നോക്കിയിരുന്നത് 1.5-2 വയസ്സ് വരെ അമ്മാമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അമ്മാമ്മ മരിച്ചു, പുതിയൊരാൾ വന്നപ്പം അവരത് യൂസ്ഡ് ആവുന്നില്ല. അപ്പം ഇവൾക്ക് പണി കിട്ടി. ഇവളോട് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ജോലി നിർത്തണം, കൊച്ചിനെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പം അവളത് പറ്റത്തില്ല. അവൾ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടാൻ കാത്തിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ജോലിക്ക് പോകണം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഇതുപോലെ ആവണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും ജോലി ചെയ്യണം, നല്ലൊരു കാര്യം തന്നെ ജോലി ചെയ്യണം, മോശമല്ല ചെയ്യുന്നത്. പിന്നെ അവൾക്കാണെന്നുണ്ടെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടാതെ ആയിരിക്കുമ്പോൾ ജോലി സ്ഥലത്ത് അവൾ കുറച്ചും കൂടി ഹാപ്പിനെസ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പം ഇത്ര നാൾ അവർ തട്ടിമുട്ടി ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞ് പോയിരുന്നത്, ഇപ്പം ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ഉപദേശിക്കും. അങ്ങനെ എൻ്റെ മറ്റു ഫ്രണ്ട്സ് ഉപദേശിക്കും. പക്ഷേ മറ്റു ഫ്രണ്ട്സിൽ പലരും പറഞ്ഞിരുന്നത് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനിങ്ങനെ, നിങ്ങൾക്കറിയാമല്ലോ, എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്കത് പറയാൻ പറ്റും. ഞാനും പറഞ്ഞു ഇൻപെർഫെക്ഷൻസ് എല്ലായിടത്തും ഉണ്ടാവും, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ ഇപ്പം അവർ രണ്ടുപേരും അവളിപ്പം ലീഗൽ നോട്ടീസ് ഫയൽ ചെയ്യാൻ പോവാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നോട് അവൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ കാരണം ഒരു കൊച്ചിൻ്റെയും കൂടി, ഒരു കുഞ്ഞും കൂടെ ഞങ്ങൾക്കുണ്ടായി, വെറുതെ ആ കൊച്ചിൻ്റെയും കൂടി ജീവിതം പോയി. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ കൊച്ചിൽ അവസാനിപ്പിച്ചേനെ, എല്ലാവരും ഞാനും രക്ഷപ്പെട്ടേനെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നോട്. സീരിയസ്ലി എന്നെ ഒരുപാട് അത് ഹേർട്ട് ചെയ്തു. ഞാൻ കാരണം ഒരു കുഞ്ഞിൻ്റെ പോയി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്തത്, നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാൻ എന്താ ചെയ്തത് അവിടെ. ഞാനിത് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഞാൻ ഇവിടെ പറയണോ വേണ്ടേന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നു. എൻ്റെ ഫാമിലിയല്ലേ നിങ്ങൾ. അവളെൻ്റെ ഫ്രണ്ടാണ്. അവളെ ഞാൻ ഇന്നും കൂടെ രാവിലെ ഞാൻ വിളിച്ചോളൂ. എന്നോട് എന്നെ ഇഗ്നോർ ചെയ്താലും ഞാൻ വിളിക്കും. അതങ്ങനെയാണത്. കാരണം എനിക്കത് വളരെയധികം, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഫയൽ ചെയ്യുന്നതിന് മുന്നേ ശരിക്കും ആലോചിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് അവരുടെ ഇഷ്ടമാണത്. പക്ഷെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് എനിക്ക് സങ്കടമായത്. ഒരു മോനാണെങ്കിലും മോളാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒത്തുപോകാൻ പറ്റുന്നില്ല, ജോലി ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനും ജോലി കളയാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ ഗവൺമെൻറ് ജോബും കൂടെയാണ്. ഇവൾ ഗവൺമെൻറ് അല്ല, പക്ഷെ നല്ല പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ കാര്യത്തിൽ കൊച്ചിന് ഡേ കെയറിലും കാര്യത്തിലൊന്നും കൊച്ച് യൂസ്ഡും അല്ല. പിന്നെ ഇവളുടെ അമ്മയും അടുത്ത് മരിച്ചുപോയി. പക്ഷേ ഞാനപ്പോൾ ചോദിച്ചു, നീ ഇപ്പം അങ്ങനത്തെ ഒരു ഡിവോഴ്സ് ചെയ്താലും എന്താ ഒരു ഓപ്ഷൻ ഉള്ളത്, കുഞ്ഞിനെ ആര് നോക്കും, വേറെ ആരും ഇല്ലല്ലോ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു
മനസ്സിലായില്ലേ? ഒരു വാശി, ആ വാശിപ്പുറത്ത് ഞാൻ പറഞ്ഞു ദൈവത്തോട് തീരുമാനങ്ങൾ വാശിപ്പുറത്തെടുക്കല്ലേ, വാശി മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ആലോചിച്ചിട്ട് എടുക്കുക. കാരണം ഡിസിഷൻസ്, പുള്ളിക്കാരനെ ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചു, സാമും പറഞ്ഞു ദയവായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കല്ലേ. സാം ഇത്തിരി വർക്ക് പ്രഷറിലാണ്, അതുകൊണ്ട് സാമിന് അധികം സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ ഒന്ന് താഴ്ന്നു കൊടുക്കുക, കാരണം അവൾക്ക് ഇപ്പം അമ്മയില്ല, അവൾക്ക് ചേട്ടൻ്റെ അമ്മയാണെങ്കിലും പെട്ടെന്ന് പോയതാ. അപ്പം എല്ലാം കൂടി അവളും ജോബൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് നോക്കിയും കണ്ടൊക്കെ എടുത്ത ജോബാണത് ദയവായിട്ട്. പക്ഷേ ഇത് രണ്ടുപേരുടെയും ഭാഗത്ത് കുറ്റമുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ആണ് അവിടെ കളിക്കുന്നത്. ഈഗോയിലാണ് പിശാച് നിൽക്കുന്നതെന്ന് പറയത്തില്ല, നമ്മളങ്ങനെ പറയത്തില്ലേ, സാത്താൻ്റെ ശക്തി എപ്പോഴും അഹങ്കാരം പല രീതിയിലായിരിക്കും എല്ലാവരുടെയും മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. രണ്ട് പേരിൽ ഒരാളൊന്ന് വിട്ടുകൊടുത്താൽ, ഞാൻ ലാസ്റ്റ് അവളോട് പറഞ്ഞാൽ കൊച്ചിനെനിക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്ക്, ഞാൻ നോക്കിത്തരാം, എനിക്ക് അതും പ്രശ്നമില്ല, കാരണം ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഞാൻ നോക്കാം അതിന് എന്ന് പറഞ്ഞു. അപ്പോൾ അവളത് പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ തട്ടിത്തെറിക്കാൻ നിന്ന ബന്ധമായിരുന്നു. അപ്പം എന്താ പറയുക, പണ്ടേ ഗർഭിണി പിന്നെ ദുർബല എന്ന് പറഞ്ഞതുപോലെ ഇപ്പം എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടൊരു റീസൺ കിട്ടി എന്ന് വേണം പറയാൻ. അങ്ങനെ അപ്പം എനിക്ക് സങ്കടം വന്നെന്ന് പറഞ്ഞാൽ ഞാൻ കാരണമാണ് ആ കുഞ്ഞുവാവയ്ക്ക് അങ്ങനെ സംഭവിച്ചത്. കാരണം ആ കൊച്ചും കൂടെ ഭൂമിയിലേക്ക് വന്നു, ഞാൻ കാരണം, അതും കൂടെ സഫർ ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഒരു വിഷമം. കാരണം എനിക്ക് 2 കുട്ടികളുള്ളതല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് മാക്സിമം സോൾവ് ചെയ്ത് പോട്ടെ, നമുക്കറിയത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ ആ ഒരു വിഷമത്തിലും ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, അവരുടെ പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ കിട്ടാനും ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല എന്താകുമെന്ന്. എന്താണെന്നുണ്ടെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും കംപ്ലീറ്റ് നിങ്ങൾ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ലൈഫിൻ്റെ കാര്യമല്ലേ, ഒരുപാടുണ്ട് ഇതിലിടയിൽ പറയുവാണെങ്കിൽ. മൂത്തത് പെൺകുട്ടിയാണ്, നല്ല മിടുക്കിയാണ്, പഠിക്കാനും മിടുക്കി, അതുപോലെ ആർട്സിനും എല്ലാത്തിനും മിടുക്കിയായിട്ടൊരു കുട്ടിയാണ്. അപ്പനും അമ്മയും തമ്മിലുള്ള അഹങ്കാരം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 കുട്ടികൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും. ഒരു 2 ഇയേഴ്സ് അവളൊന്ന് സ്ട്രഗിൾ ചെയ്താൽ മതി, ഒന്ന് സാക്രിഫൈസ് ചെയ്താൽ മതി എൻ്റെ കൂട്ടുകാരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം നന്നായിട്ട് പോയിക്കോളും. പക്ഷെ അവൾ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കുറേ നാളായി അനുഭവിക്കുന്നത്, സ്നേഹമില്ലാത്തടത്ത് ഞാനങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു. 2 പേരുടെയും ഭാഗത്ത് കുറ്റമുണ്ട്. സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എക്സ്പ്രസ് ചെയ്തേ പറ്റൂ, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. കാരണം അവൾക്ക് പെട്ടെന്ന് വന്ന ദേഷ്യമല്ല പുള്ളിക്കാരനോട്, കുറേ നാളുകളായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ അടക്കി വെച്ചിരുന്ന ആ ദേഷ്യമാണ് മുന്നോട്ട് വന്നത്. പിന്നെ ഞാൻ ഇത് പറയാനാ, കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും പുറകോട്ട് പോകുന്നത്. ഇപ്പം ഞാനും സാമും തമ്മിൽ തല്ലുപിടിക്കാറില്ല എന്നല്ല, ഞങ്ങൾ തല്ലുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വില്ല കോമ്പൗണ്ട് മൊത്തം കേൾക്കും, പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം. ഞാൻ അലറും കിടന്നിട്ട്, പുള്ളി ദേഷ്യം വന്നാൽ പുള്ളി അലറും. പക്ഷേ എന്താ പറയുക, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലും കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു പേപ്പർ ഒപ്പിടണമെങ്കിൽ ഞാൻ ഒപ്പിടണം, അയാൾ ഒപ്പിടണം, പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ജോയിൻ്റാണ്, മ്യൂച്വലാണ്. അപ്പം പല കാര്യങ്ങളും നമ്മൾ കണക്റ്റഡ് ആണ്. പിന്നെ ഈ 2 എണ്ണം കണക്റ്റഡ് അല്ലേ, 2 പിള്ളേരല്ലേ. പിള്ളേർക്കാണെങ്കിൽ പുള്ളിക്കാരനെ വേണമെന്നേ പറയാറുള്ളൂ 2 പേരും. പിന്നെയും കുറച്ച് അറ്റാച്ച്മെൻറ്റ് എന്നോടാണ് സെറയ്ക്ക്. ഇവ അങ്ങനെയല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടി, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരില്ല കേട്ടോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എൻ്റെ ഒരു ചിന്താഗതിയാട്ടോ. കുറേയൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ ഡിവോഴ്സ് ആയിട്ടുള്ള ലൈഫ്. നമ്മൾ റിയൽ ലൈഫും വ്യത്യാസമാണ്. നമ്മൾ സെലിബ്രിറ്റീസൊക്കെ ഡിവോഴ്സ് ആയിട്ട് അവർ ഹാപ്പിയായിട്ട് നടക്കുന്നതെന്ന് കാണും. പക്ഷേ എല്ലാവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും. നമ്മുടെ സമൂഹം ഇപ്പോഴും അങ്ങനെ ഒരു ഡിവോഴ്സിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണ സമൂഹമൊന്നും അല്ല. അത് ഒരുപാട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരെ അറിയാതെ ഞാൻ പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരത്തി അത് വാശിയിൽ നിൽക്കുവാണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരുന്നു, പക്ഷേ ആ ദേഷ്യം എനിക്ക് മനസ്സിലാവും എന്താണെന്ന്. പിന്നെ ഞാനിപ്പം ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ചില സമയത്തൊരു വിട്ടുകൊടുക്കലാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വിട്ടുകൊടുക്കലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം എത്ര നാളത്തേക്കെന്നേ, കുറച്ച് നാൾ കഴിയുമ്പം, പ്രത്യേകിച്ച് പുള്ളിക്കാരനും കുറേ നാൾ കഴിയുമ്പം മാറും അത്. പക്ഷേ അതവിടെ വാശിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലൊക്കെ വന്നപ്പോൾ എനിക്ക് ആ ഒരു വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര അധികം, എനിക്ക് അല്ലെങ്കിൽ തന്നെ ചെറിയൊരു സങ്കടമൊക്കെ വരുമ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കാരണം ഒരു മര്യാദക്ക് ആവണ്ടല്ല, അതായത് നല്ലൊരു ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങളുടെ കാര്യം, 2ാമത്തെ കൊച്ച് അതുകൊണ്ടിട്ടാണ് ആയിപ്പോയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു സങ്കടം എനിക്ക് തോന്നി കേട്ടോ.
തോന്നിയ നല്ല സങ്കടം ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇതായിരുന്നു. ഞാൻ മന്നിച്ച് കിടപ്പും അവിടെ ഇവിടെയും തപ്പി. പിന്നെ ഞാൻ കുറച്ചൊന്ന് ഒറ്റയ്ക്ക് കുറച്ചൊന്ന് പുറത്തോട്ടൊക്കെ പോയി കുറച്ച് കടയിലൊക്കെ പോയി ഷോപ്പൊക്കെ ചെയ്തു. എന്നാലും മനസ്സമാധാനം കിട്ടത്തില്ല. സാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കാര്യം നീ ചെയ്തു, നിനക്ക് എന്ത് ഇഷ്ടമുള്ള നീ ആ കാര്യം ചെയ്യുക എന്നൊക്കെ പുള്ളിയും പറഞ്ഞു. പുള്ളി പറഞ്ഞു, നീ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം എൻ്റെ സങ്കടമൊക്കെ ഞാൻ അങ്ങോട്ടാണ് വിളിച്ചറിയിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പം അങ്ങനെ അധികം വിളിക്കാൻ സമയമില്ല, ജോലി തിരക്കിലും കാര്യത്തിലൊക്കെയാണ്, നല്ല ഹെവി ഡ്യൂട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് വളരെ ഷോർട്ടാക്കിയേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ല അങ്ങനെ. അപ്പോൾ ദേ എല്ലാ പണികളും കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇനി പിന്നെയും കിച്ചൺ മെസ്സിയാവാൻ പോകുന്നു. കാരണം ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോകുന്നു. മറ്റൊന്നുമേ അല്ല കേട്ടോ, നമുക്ക് കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. പിള്ളേരുള്ളതല്ലേ, ഗീ റൈസ് ഉണ്ടെങ്കിൽ അവർക്ക് പപ്പടം, ഇവിടെ മറ്റേ മീറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്കൊന്ന് നിർത്തി വെക്കാൻ പോവുകയാണെങ്കിൽ ഒരു ചെറിയൊരു നോമ്പിലാണ്, വലിയ നോമ്പല്ല, വേറൊരു നോമ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് പപ്പടവും ഗീ റൈസും കൂടെ കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയത്ത് എനിക്ക് മനസ്സിലാവാൻ, ഞാൻ ഇതുകൊണ്ടാണ് അന്ന് പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ലിവിങ് ടുഗെദർ ഈസ് ദ ബെസ്റ്റ് അല്ലേ. അപ്പോൾ ശരി, ബൈ ബൈ.